പെണ്ണുങ്ങൾക്കുണ്ടൊരു സ്വഭാവം എന്താ തന്നെ ചെയ്തു കൊടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരാലോചിക്കും. എന്നെ കെട്ടിക്കൊടുന്ന കാലം മുതലേ ഇങ്ങനെ എവിടുന്നാണ് ഇവർക്ക് ഈ വാക്ക് കിട്ടിയത്? എല്ലാ പേരിലും ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കെട്ടിക്കൊടുന്ന അന്ന് മുതലേ ഇങ്ങനെയെന്നാണ് ചെയ്തെന്നതിനെ പറ്റിയിട്ട് ഒരു വിവരം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളോടല്ല. ഒരു വീട് വെക്കാൻ നിങ്ങളൊരു ആകെ ഒരു 10 പവന്റെ പണ്ടം കൊടുത്തിട്ടുണ്ട്. വീട് 30 ലക്ഷം റുപ്യ. 10 പവൻ പണ്ടം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷം റുപ്യ. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള പൈസ പതും. ആ 10 പവൻ പിന്നെ നമ്മളാ പെര കയറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇതിങ്ങനെ ഉണ്ടമറിഞ്ഞ് വരുമ്പോത്തിന് ആ 10 പവന്റെ പേരും പറഞ്ഞിട്ട് എന്റെ പണ്ടം കൊണ്ടല്ലേ ഇത് കയറ്റിയത്, എന്റെ പണ്ടം കൊണ്ടല്ലേ കയറ്റിയത്, അതുകൊണ്ട് ഇനി പെര കയറ്റാനുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് ഇവിടെ അല്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് ഭാര്യനോട് പറയാ, എന്റെ 10 പവൻ 2 ലക്ഷം റുപ്യ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ കക്കൂസ് ഉണ്ടാക്കിയത്, അതിന്റെ ചാവി എന്റെ അടുത്ത് തരാ, അതെന്നെ പൊടിച്ചോ. പെണ്ണുങ്ങൾക്കുണ്ടൊരു സ്വഭാവം എന്താ തന്നെ ചെയ്തു കൊടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരാലോചിക്കും. എന്നെ കെട്ടിക്കൊടുന്ന കാലം മുതലേ ഇങ്ങനെ എവിടുന്നാണ് ഇവർക്ക് ഈ വാക്ക് കിട്ടിയത്? എല്ലാ പേരിലും ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കെട്ടിക്കൊടുന്ന അന്ന് മുതലേ ഇങ്ങനെയെന്നാണ് ചെയ്തെന്നതിനെ പറ്റിയിട്ട് ഒരു വിവരം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളോടല്ല. ഒരു വീട് വെക്കാൻ നിങ്ങളൊരു ആകെ ഒരു 10 പവന്റെ പണ്ടം കൊടുത്തിട്ടുണ്ട്. വീട് 30 ലക്ഷം റുപ്യ. 10 പവൻ പണ്ടം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷം റുപ്യ. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള പൈസ പതും. ആ 10 പവൻ പിന്നെ നമ്മളാ പെര കയറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇതിങ്ങനെ ഉണ്ടമറിഞ്ഞ് വരുമ്പോത്തിന് ആ 10 പവന്റെ പേരും പറഞ്ഞിട്ട് എന്റെ പണ്ടം കൊണ്ടല്ലേ ഇത് കയറ്റിയത്, എന്റെ പണ്ടം കൊണ്ടല്ലേ കയറ്റിയത്, അതുകൊണ്ട് ഇനി പെര കയറ്റാനുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് ഇവിടെ അല്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് ഭാര്യനോട് പറയാ, എന്റെ 10 പവൻ 2 ലക്ഷം റുപ്യ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ കക്കൂസ് ഉണ്ടാക്കിയത്, അതിന്റെ ചാവി എന്റെ അടുത്ത് തരാ, അതെന്നെ പൊടിച്ചോ. പെണ്ണുങ്ങൾക്കുണ്ടൊരു സ്വഭാവം എന്താ തന്നെ ചെയ്തു കൊടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരാലോചിക്കും. എന്നെ കെട്ടിക്കൊടുന്ന കാലം മുതലേ ഇങ്ങനെ എവിടുന്നാണ് ഇവർക്ക് ഈ വാക്ക് കിട്ടിയത്? എല്ലാ പേരിലും ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കെട്ടിക്കൊടുന്ന അന്ന് മുതലേ ഇങ്ങനെയെന്നാണ് ചെയ്തെന്നതിനെ പറ്റിയിട്ട് ഒരു വിവരം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളോടല്ല. ഒരു വീട് വെക്കാൻ നിങ്ങളൊരു ആകെ ഒരു 10 പവന്റെ പണ്ടം കൊടുത്തിട്ടുണ്ട്. വീട് 30 ലക്ഷം റുപ്യ. 10 പവൻ പണ്ടം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷം റുപ്യ. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള പൈസ പതും. ആ 10 പവൻ പിന്നെ നമ്മളാ പെര കയറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇതിങ്ങനെ ഉണ്ടമറിഞ്ഞ് വരുമ്പോത്തിന് ആ 10 പവന്റെ പേരും പറഞ്ഞിട്ട് എന്റെ പണ്ടം കൊണ്ടല്ലേ ഇത് കയറ്റിയത്, എന്റെ പണ്ടം കൊണ്ടല്ലേ കയറ്റിയത്, അതുകൊണ്ട് ഇനി പെര കയറ്റാനുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് ഇവിടെ അല്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് ഭാര്യനോട് പറയാ, എന്റെ 10 പവൻ 2 ലക്ഷം റുപ്യ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ കക്കൂസ് ഉണ്ടാക്കിയത്, അതിന്റെ ചാവി എന്റെ അടുത്ത് തരാ, അതെന്നെ പൊടിച്ചോ. പെണ്ണുങ്ങൾക്കുണ്ടൊരു സ്വഭാവം എന്താ തന്നെ ചെയ്തു കൊടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരാലോചിക്കും. എന്നെ കെട്ടിക്കൊടുന്ന കാലം മുതലേ ഇങ്ങനെ എവിടുന്നാണ് ഇവർക്ക് ഈ വാക്ക് കിട്ടിയത്? എല്ലാ പേരിലും ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. കെട്ടിക്കൊടുന്ന അന്ന് മുതലേ ഇങ്ങനെയെന്നാണ് ചെയ്തെന്നതിനെ പറ്റിയിട്ട് ഒരു വിവരം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളോടല്ല. ഒരു വീട് വെക്കാൻ നിങ്ങളൊരു ആകെ ഒരു 10 പവന്റെ പണ്ടം കൊടുത്തിട്ടുണ്ട്. വീട് 30 ലക്ഷം റുപ്യ. 10 പവൻ പണ്ടം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷം റുപ്യ. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള പൈസ പതും. ആ 10